Good morning, students. In this class, we discuss about linked list. We are already learned about linked list. What do you mean by linked list? Linked list are the most common data structures, and it is similar to arrays and used for storing collection of data. Okay. It's actually a data structure. നമ്മൾ മോസ്റ്റ്ലി കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അറേ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്? അറേ മീൻസ് കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഇൻ സെയിം ഡാറ്റ ടൈപ്പ്. അതുപോലെ തന്നെ അറേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അറേക്ക് ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡ്രോബാക്സ് ഉണ്ട്. Once the elements are stored, it becomes difficult to insert or delete an element at any position in a list. Array elements നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പെർട്ടിക്കുലർ ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ array have fixed size. Hence, if the memory allocated is too large than the actual data, unused portion of memory is wasted. If the allocated memory is less, it will result in loss of data due to inadequate memory. നമുക്ക് അറിയാം അറേ ഫിക്സഡ് സൈസ് ആണ്. നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് സൈസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അറ്റ് ദാറ്റ് ടൈമിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സൈസ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിനേക്കാളും മെമ്മറി നമ്മൾ ഫിക്സഡ് സൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സൈസ് ലാർജർ ആണെങ്കിൽ ആ അൺയൂസ്ഡ് പോർഷൻ ഓഫ് മെമ്മറി എന്ന് പറയുന്ന വേസ്റ്റഡ് ആവും. അതുപോലെ തന്നെ അലോക്കേറ്റഡ് മെമ്മറി ലെസ് ആണെങ്കിൽ നമ്മൾ ലോസ് ഓഫ് ഡാറ്റ ആയിരിക്കും. കാരണം ഇൻഅഡിക്വേറ്റ് മെമ്മറി, നമുക്ക് സ്റ്റോറേജ് സ്പേസ് കുറവായിരിക്കും. സോ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് പോസിബിൾ ആവില്ല. സോ അങ്ങനെ രണ്ട് ഡ്രോബാക്സ് അറേ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഡാറ്റ സ്ട്രക്ചറിൽ നമുക്ക് കാണാം. ദ ടെക്നിക് ഓഫ് ഡൈനാമിക്കലി ഇംപ്ലിമെന്റിംഗ് എ ലിസ്റ്റ് യൂസിങ് പോയിന്റർ ഈസ് നോൺ ആസ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഡൈനാമിക്കലി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് കോമൺലി പറയുവാണെങ്കിൽ, ജനറലി പറയുവാണെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഇതിനെ കണക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇതിനെ ലിങ്ക് ചെയ്യുന്ന ഒരു ലിസ്റ്റാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോയിന്റേഴ്സ് ആണ്. എവരി എലമെന്റ് ഇൻ എ ലിസ്റ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് എ നോഡ്. നമ്മൾ ഓരോ എലമെന്റും ലിസ്റ്റിലുള്ള ഓരോ എലമെന്റും റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ നോഡായിട്ടാണ്. ഈച്ച് നോഡ് കൺസിസ്റ്റ് ഓഫ് 2 ഫീൽഡ്സ്. ഓരോ നോഡ്സിനും 2 ഫീൽഡ്സ് ഉണ്ട്. ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്ന ഡാറ്റ ഫീൽഡ് ആണ്. ദെൻ സെക്കൻഡ് ഫീൽഡ് ലിങ്ക് ഫീൽഡ്. ഡാറ്റ ഫീൽഡ് മീൻസ് ഇറ്റ് ഈസ് എ ഫീൽഡ് ദാറ്റ് സ്റ്റോർസ് ദ എലമെന്റ് വാല്യൂ ഓഫ് എ സ്പെസിഫിക് ഡാറ്റ ടൈപ്പ് ഇൻ ദ ലിസ്റ്റ്. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഏത് ഡാറ്റ ടൈപ്പ് ഉള്ള വാല്യൂ ആണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയാണ് ഡാറ്റ ഫീൽഡിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന ലിങ്ക് ഫീൽഡ് ആണ്. ലിങ്ക് ഫീൽഡ് മീൻസ് ഇറ്റ് ഇസ് എ പോയിന്റർ ഫീൽഡ്. പോയിന്റർ ഫീൽഡ് ആണ് ലിങ്ക് ഫീൽഡ്. നമ്മൾ പറഞ്ഞു ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരു പോയിന്റർ ബേസ് ചെയ്തിട്ടാണ് ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിലെ സെക്കൻഡ് ഫീൽഡായ ലിങ്ക് ഫീൽഡ് ഇറ്റ് ഈസ് ആക്ച്വലി എ പോയിന്റർ ഫീൽഡ് used to point to the next consecutive node, thereby establishing a link between two nodes. 2 നോഡ്സുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോയിന്റർ ഫീൽഡാണ് ലിങ്ക് ഫീൽഡിൽ വരിക. അപ്പോൾ ഒരു ലിങ്ക് ലിസ്റ്റിന്റെ ഒരു ഡാറ്റ ഫീൽഡ് ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് അതിന്റെ ലിങ്ക് ഫീൽഡ് ഉണ്ടാവും. ഈ ലിങ്ക് ഫീൽഡ് പോയിന്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് പോയിന്റ് ടു ദ നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് നോഡ്. സെക്കൻഡ് കോൺസിക്യൂട്ടീവ് നോഡിന്റെ ഡാറ്റ ഫീൽഡിലേക്കായിരിക്കും ഫസ്റ്റ് നോഡിന്റെ ലിങ്ക് ഫീൽഡ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ. The last node link field is assigned a null value to depict the end of the list. ലാസ്റ്റ് നോഡ് എന്ന് പറയുന്നത് നമ്മൾ അസൈൻ ചെയ്യുന്ന ലാസ്റ്റ് നോഡിന്റെ ലിങ്ക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഇനി വേറൊരു ഫസ്റ്റ് ഫീൽഡിന്റെ ഇതിലേക്ക് നമുക്ക് ഷോ ചെയ്യാൻ പറ്റില്ല. സോ നമ്മളത് നൾ വാല്യൂ ആയിട്ടായിരിക്കും അസൈൻ ചെയ്യാം. There are 4 types of linked list, namely singly linked list, doubly linked list, circular list and header list. അപ്പോൾ നമുക്ക് 4 ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, ദെൻ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, സർക്കുലർ ലിസ്റ്റ് ഉണ്ട്, ദെൻ ഹെഡർ ലിസ്റ്റ് ഉണ്ട്. ഓക്കെ. ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് യൂസ്ഡ് ആൻ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ആസ് ഇറ്റ് ക്യാൻ സ്റ്റോർ ഡാറ്റ ഓഫ് എനി ടൈപ്പ് ഇൻ നോഡ്സ് ദാറ്റ് ആർ ഇന്റർകണക്റ്റഡ് ടു ഈച്ച് അതർ. Abstract data type. We have already studied about abstract data type. What do you mean by abstract data type? Only implementation is
വ്യൂഡ് അല്ലെ. ഇംപ്ലിമെന്റേഷൻ മാത്രമേ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുള്ളൂ. എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ ഇന്റേണൽ വർക്കിംഗ് ഒന്നും ആ ഡാറ്റ ടൈപ്പിന് നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് ലിങ്ക്ഡ് ലിസ്റ്റ് ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, ദെൻ ഹൗ ക്യാൻ വി ഡിക്ലെയർ എ ലിങ്ക്ഡ് ലിസ്റ്റ്? നമുക്കൊരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഡിക്ലറേഷൻ നോക്കാം. എ ലിങ്ക്ഡ് ലിസ്റ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ മെമ്മറി വിത്ത് ദ ഫോളോയിങ് ഡിക്ലറേഷൻ. ലിങ്ക്ഡ് ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് അതിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സിൻടാക്സ് ഉണ്ട്. കൺസിഡർ ദ സിൻടാക്സ്. സ്ട്രക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നു. ദെൻ ന്യൂ ലിസ്റ്റ്, ന്യൂ അണ്ടർസ്കോർ ലിസ്റ്റ്. ന്യൂ ലിസ്റ്റ് മീൻസ് ദ നെയിം ഓഫ് ദ ലിങ്ക്ഡ് ലിസ്റ്റ്. നെയിമിൽ നമ്മൾ കൊടുക്കുന്ന ലിങ്ക്ഡ് ലിസ്റ്റിന്റെ നെയിം ആണ് ന്യൂ ലിസ്റ്റ്. ദെൻ അതിനകത്ത് ഇൻസൈഡ് ദാറ്റ് ലിസ്റ്റ് വി ഹാവ് ഇൻസൈഡ് എന്നുള്ളത് നമ്മൾ ഷോ ചെയ്യുന്നത് നമുക്കറിയാം. ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ എഴുതുമ്പോൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യാറുണ്ട്. കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു, അതിനകത്താണ് നമ്മൾ എലമെന്റ് കൊടുക്കുന്നത്, ഡിക്ലറേഷൻ ഒക്കെ കൊടുക്കുക. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് ലിങ്ക്ഡ് ലിസ്റ്റ് കൊടുക്കുന്നു. ദെൻ നമ്മൾ ഇൻസൈഡ് ദ ബ്രേസസ് ഫസ്റ്റ് എലമെന്റ് വാല്യൂ നമുക്ക് കൊടുക്കേണ്ട ഡാറ്റ എന്താണ്, ആ വാല്യൂസ് എന്താണ്, അത് നമ്മൾ ഇൻറ്റിജർ ആയിട്ട്, ഇപ്പൊ നമ്പേഴ്സ് ആണ് കൊടുക്കുന്നത്. സോ അതിന്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആയിട്ട് കൊടുക്കുന്നു, ഇൻറ്റ് എലമെന്റ് വാല്യൂ. ദെൻ നമ്മൾ സെമിക്കോളൻ ഫോർ ടെർമിനേറ്റിംഗ്. അറിയാം സ്റ്റേറ്റ്മെന്റ് എഴുതി ടെർമിനേറ്റ് ചെയ്യുന്നത് സെമിക്കോളൻ യൂസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ നമ്മൾ സെമിക്കോളൻ യൂസ് ചെയ്യും. നമ്മൾ സി പ്രോഗ്രാമിംഗ് യൂസിംഗ് ആണ്. ഡാറ്റ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് സി പ്രോഗ്രാമിംഗ് വെച്ചിട്ടാണ്. അപ്പൊ സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. എവരി സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി ടെർമിനേറ്റഡ് വിത്ത് എ സെമിക്കോളൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഡാറ്റ ഫീൽഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ലിങ്ക് ഫീൽഡ് ഉണ്ട്. ആ ലിങ്ക് ഫീൽഡ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ലിങ്ക് ഫീൽഡ് മീൻസ് ഇറ്റ് ഈസ് എ പോയിന്റർ ഫീൽഡ്. വി ഹാവ് ഓൾറെഡി ടോൾഡ് അബൌട്ട് ദാറ്റ്. സോ ആ ലിങ്ക് ഫീൽഡ് എന്ന് പറയുന്ന ആ പോയിന്റർ ഫീൽഡ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. സോ സ്ട്രക്ട് ന്യൂ ലിസ്റ്റ്, ആ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ പേര് എഴുതുന്നു. ദെൻ സ്റ്റാർ നെക്സ്റ്റ് എലമെന്റ്. സ്റ്റാർ നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് പോയിന്റർ ഫീൽഡ് ആണ്. ദാറ്റ് ഈസ് എ ലിങ്ക് ഫീൽഡ്. ഓക്കെ, അപ്പൊ ന്യൂ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ ഡാറ്റ ഫീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ ലിങ്ക് ഫീൽഡ് ഉണ്ട്. ഡാറ്റ ഫീൽഡിന് വേണ്ടിയിട്ട് എലമെന്റ് വാല്യൂ എന്ന് പറയുന്ന ഇൻറ്റിജർ ആയതുകൊണ്ട് ഇൻറ്റ് എലമെന്റ് വാല്യൂ. ദെൻ നമുക്കൊരു പോയിന്റർ ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു. പോയിന്റർ ഫീൽഡ് ഇവിടെ സ്റ്റാർ മീൻസ് പോയിന്റർ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സി പ്രോഗ്രാമിംഗിൽ സ്റ്റാർ യൂസ് ചെയ്തിട്ടാണ് പോയിന്റേഴ്സ് കൊടുക്കുക. സോ സ്റ്റാർ നെക്സ്റ്റ് എലമെന്റ്, അതൊരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ലിസ്റ്റ് നമ്മൾ ഷോ ചെയ്യുന്ന ആ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ന്യൂ ലിസ്റ്റ് എന്ന് പറയുന്ന ലിങ്ക്ഡ് ലിസ്റ്റിന്റെ പോയിന്റർ ഫീൽഡ് ആണ് അല്ലെങ്കിൽ ലിങ്ക് ഫീൽഡ് ആണ്. ഓക്കെ, ദെൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ലിങ്ക്ഡ് ലിസ്റ്റിന് എത്ര നോട്ട്സ് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം. നോട്ട്സ് നോഡ് 1, 2, 3 എക്സെട്ര നമുക്ക് ഫോമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നോഡുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലിങ്ക്ഡ് ലിസ്റ്റിൽ എത്ര നോട്ട്സ് ഉണ്ടോ അത്രയും നോട്ട്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അതിന്റെ ഡിക്ലറേഷൻ ഇങ്ങനെയാണ്. ഓക്കെ, ഹിയർ എ ലിങ്ക്ഡ് ലിസ്റ്റ് നെയിംഡ് ന്യൂ ലിസ്റ്റ് is created. In new list, the data field named element value is declared. The element value can be an integer, a character, floating point or double type. അപ്പോൾ ഇൻറ്റിജർ മാത്രമല്ല, ക്യാരക്ടർ ആവാം, ഫ്ലോട്ട് ആവാം, ഡബിൾ ആവാം, അങ്ങനെ ഏത് ഡാറ്റ ടൈപ്പ് ആണോ വേണ്ടത് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ the new list also contains a link field named next element which points to the next node in the list. ന്യൂ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ നെയിമാണ്. അതിനൊരു ലിങ്ക് ഫീൽഡ് ഉണ്ട്, അതാണ് സ്റ്റാർ നെക്സ്റ്റ് എലമെന്റ്. അത് പോയിന്റ് ചെയ്യുന്നത് നെക്സ്റ്റ് നോഡ്. ലിങ്ക്ഡ് ലിസ്റ്റിൽ നെക്സ്റ്റ് പോയിന്റിനെ ആയിരിക്കും, നെക്സ്റ്റ് നോഡിനെ ആയിരിക്കും പോയിന്റ് ചെയ്യുക. ദ എൻഡ് ഓഫ് ദ സ്ട്രക്ചർ കണ്ടെയ്നിങ് 3 നോഡ്സ്, നോഡ് 1, 2 and 3. നമ്മളിവിടെ 3 നോഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്, നോഡ് 1, 2 and 3. ഇറ്റ് ഡിനോട്ട്സ് ദ ഒബ്ജക്ട്സ്. ആക്ച്വലി ഒബ്ജക്ട്സുകളാണ് ഈ നോഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നത്. They are created to access the structure element. നമുക്ക് സ്ട്രക്ചർ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നോട്ട്സ് ആണ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആണ് നോട്ട്സ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഒരു സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന കോമൺലി നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്, ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്, സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറയുന്ന സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് മീൻസ് അല്ലെങ്കിൽ വെറുതെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാലും സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതിനെന്തുണ്ടാവും, ഒരു ഡാറ്റ ഫീൽഡ് ഉണ്ടാവും, ദെൻ ഒരു പോയിന്റർ ഫീൽഡ് ഉണ്ടാവും. ഈ പോയിന്റർ ഫീൽഡ് ബ്ലാങ്ക് ആണ്. പോയിന്റർ ഫീൽഡിൽ എന്താ പറയാ, നെക്സ്റ്റ് നോഡിലേക്ക്, നെക്സ്റ്റ് സെക്കൻഡ് നോഡിലേക്കുള്ള ഡാറ്റ ഫീൽഡിനെ പോയിന്റ് ചെയ്യുന്നു. അങ്ങനെയാണ് എല്ലാ നോട്ട്സും നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പൊ 7 വരെയുള്ള നോട്ട്സ് ഇവിടെ ഉണ്ട്. 7 നോട്ട്സിനും ഡാറ്റ ഫീൽഡ് 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഫീൽഡ് എന്ന് പറയുന്ന പോയിന്റർ ഫീൽഡ് ആണ്. അത് നെക്സ്റ്റ് നോഡിന്റെ കോൺസിക്യൂട്ടീവ് നോട്ട്സിലേക്കുള്ള പോയിന്റേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് നോഡ് നമ്മുടെ 7 ആണ്. 7ന്റെ ബ്ലാങ്ക് ആയിട്ടാണ് നമ്മൾ ലിങ്ക് പോയിന്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്, കാരണം ഇനി ഒരു നോഡ് ഇല്ല. സോ ദിസ് ഈസ് ദ സിമ്പിൾ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ദെൻ
നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിഫറൻസ് ബിറ്റ്വീൻ അറേ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. അറേ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ടൈപ്സ് ഉള്ള എലമെന്റ്സ് ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റിൽ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ലിങ്ക്ഡ് എലമെന്റ്സിനെ നമ്മൾ നോഡ്സ് എന്നാണ് വിളിക്കുക. അറേ എലമെന്റ്സിനെ നമ്മൾ അറേ എലമെന്റ്സ് തന്നെയാണ് പറയുക. ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ നോഡ്സ് എന്നാണ് പറയുക. In the array, the elements belong to indexes. That is, if you want to get into the fourth element, you have to write the variable name with its index or location within the square bracket. നമ്മൾ നോർമലി നമ്മൾ പറഞ്ഞു അറേ വേരിയബിളിൽ നമ്മൾ ഇൻഡെക്സ് വെച്ചിട്ടാണ് എഴുതി കൊടുക്കുക. അപ്പോൾ അറേയിൽ നമ്മൾ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. നമ്മൾ ഓരോ പൊസിഷൻ എടുക്കണമെങ്കിൽ നമുക്കൊരു ഫോർത്ത് എലമെന്റ് കിട്ടണമെങ്കിൽ റൈറ്റ് ദ വേരിയബിൾ നെയിം വിത്ത് ഇറ്റ്സ് ഇൻഡെക്സ് A(3) അങ്ങനെ പറയണം. കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന 0-2 ആണ്. 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന അറേ എലമെന്റ്സ്. അപ്പോൾ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് വേണം നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതി കൊടുത്താലാണ് പർട്ടിക്കുലർ ലൊക്കേഷനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. In a kind of linked list through, you have to start from the head and work your way through until you get to the fourth element. നമുക്ക് ഇവിടെ ഫോർത്ത് എലമെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ത്രൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് എവിടെ ഫോർത്ത് എലമെന്റ് കാണുന്നോ അവിടെ നമുക്ക് അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ആക്സസിങ് ആൻ എലമെന്റ് ഇൻ ആൻ അറേ ഈസ് ഫാസ്റ്റ്. അറേ എലമെന്റിനെ ആക്സസ് ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആണ്. വൈൽ ലിങ്ക്ഡ് ലിസ്റ്റ് ടേക്സ് ലീനിയർ ടൈം, സോ ഇറ്റ് ഈസ് ക്വൈറ്റ് എ ബിറ്റ് സ്ലോവർ. കുറച്ച് ടൈം സ്ലോവർ ആയിരിക്കും കമ്പയർഡ് ടു അറേ. കാരണം അറേയിൽ നമ്മൾ പർട്ടിക്കുലർ പൊസിഷൻ വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുക, സബ്സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ്. ലിങ്ക് ലിസ്റ്റ് ആകുമ്പോൾ നമ്മൾ എല്ലാ നോട്ട്സും ഒന്ന് ടച്ച് ചെയ്തിട്ട് വേണം ഏത് നോട്ട്സ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോ നമുക്ക് കമ്പയർഡ് ടു അറേ ആക്സസ് ചെയ്യുന്നതിന് കുറച്ച് ടൈം സ്ലോവർ ആയിരിക്കും ലിങ്ക്ഡ് ലിസ്റ്റിൽ. ഓക്കെ, ദെൻ ഓപ്പറേഷൻസ് ലൈക്ക് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഇൻ അറേ കൺസ്യൂം എ ലോട്ട് ഓഫ് ടൈം. ഓപ്പറേഷൻസ് ഇൻസേർഷൻസും ഡിലീഷൻസും ഒക്കെ അറേയിൽ പെർഫോം ചെയ്യാനായിട്ട് ലോട്ട് ഓഫ് ടൈം എടുക്കും. ബട്ട് ദ പെർഫോമൻസ് ഓഫ് ദീസ് ഓപ്പറേഷൻസ് ഇൻ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് ഫാസ്റ്റ്. നമുക്ക് ഇൻസേർഷനും ഡിലീഷനും ഒക്കെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ചെയ്യാനായിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അറേ ആർ ഓഫ് ഫിക്സഡ് സൈസ്. ഇൻ കോൺട്രാസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റ് ആർ ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ട് ഇറ്റ് സൈസ്. പറഞ്ഞു അറേ ഫിക്സഡ് സൈസ് ആണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ലിങ്ക്ഡ് ലിസ്റ്റ്. നമുക്ക് ഡൈനാമിക് ആണ്, ഫ്ലെക്സിബിൾ ആയിട്ട് അതിന്റെ കോൺട്രാക്ട് സൈസ് ഒരു ന്യൂ നോഡ് വേണമെന്നുണ്ടെങ്കിൽ ന്യൂ നോഡ് നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ ആൻ അറേ മെമ്മറി ഈസ് അസൈൻഡ് ഡ്യൂറിംഗ് കമ്പൈൽ ടൈം, വൈൽ ഇൻ ലിങ്ക്ഡ് ലിസ്റ്റ് ഇറ്റ് ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിംഗ് എക്സിക്യൂഷൻ ഓർ റൺ ടൈം. നമുക്ക് അറേയിൽ വാല്യൂസ് അസൈൻ ചെയ്തിട്ട് അതിന്റെ മെമ്മറി അസൈൻ ചെയ്യുന്നത് കമ്പൈൽ ടൈമിലാണ്. ലിങ്ക്ഡ് ലിസ്റ്റിൽ അത് അലോക്കേറ്റ് ചെയ്യുന്നത് റൺ ടൈമിലാണ്. ഓക്കെ, elements are stored consecutively in arrays whereas it is stored randomly in linked list. അറേയിൽ നമുക്കറിയാം കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസിലാണ്, അതായത് തൊട്ടടുത്തടുത്ത മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ഇറ്റ് ഈസ് സ്റ്റോർഡ് റാൻഡംലി ഇൻ ലിങ്ക്ഡ് ലിസ്റ്റ്. റാൻഡംലി ആയിരിക്കും സ്റ്റോർ ചെയ്യുക. ദ റിക്വയർമെന്റ് ഓഫ് മെമ്മറി ഈസ് ലെസ് ഡ്യൂ ടു ആക്ച്വൽ ഡാറ്റ ബീങ് സ്റ്റോർഡ് വിത്ത് ദ ഇൻഡെക്സ് ഇൻ ദ അറേ. നമുക്ക് മെമ്മറി സ്പേസ് ആക്ച്വൽ ഡാറ്റയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആക്ച്വൽ ഡാറ്റയുടെ ആ റിക്വയർമെന്റ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും നമ്മൾ അറേയിൽ കൊടുക്കുന്ന സൈസിനെ വെച്ചിട്ട്. ആസ് എഗെയിൻസ്റ്റ് there is a need for more memory in linked list due to storage of additional text, next and previous reference elements. അപ്പോൾ നമുക്ക് അറേ എലമെന്റ്സിന് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള മെമ്മറി സ്പേസ് കുറവ് മതി. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റിലാവുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട അഡീഷണൽ നമുക്കൊരു ലിങ്ക് പോയിന്ററും കൂടെ ഉണ്ട്. പറഞ്ഞു ഡാറ്റ ഫീൽഡും ലിങ്ക് പോയിന്ററും കൂടെ നമുക്ക് സ്റ്റോർ ചെയ്യണം. സോ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കുറച്ച് കമ്പയർ ടു അറേ ഇത് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് നീഡാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ അഡീഷൻ മെമ്മറി യൂട്ടിലൈസേഷൻ ഇൻ എഫിഷ്യന്റ് ഇൻ ദ അറേ. കൺവേഴ്സ്ലി മെമ്മറി യൂട്ടിലൈസേഷൻ ഈസ് എഫിഷ്യന്റ് ഇൻ ദ ലിങ്ക്ഡ് ലിസ്റ്റ്. മെമ്മറി യൂട്ടിലൈസേഷൻ മെമ്മറി സ്റ്റോറേജ് അറേയിൽ ഇൻഎഫിഷ്യന്റ് ആണ്, പക്ഷെ മെമ്മറി യൂട്ടിലൈസേഷൻ ലിങ്ക്ഡ് ലിസ്റ്റിൽ എഫിഷ്യന്റ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി റീസൺ പറഞ്ഞതാണ്, മെമ്മറി യൂട്ടിലൈസേഷൻ ചെയ്യുമ്പോൾ ഫിക്സഡ് സൈസ് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ അത്ര എലമെന്റ്സിനെ അതിൽ സ്റ്റോർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ദ റിമൈനിങ് പോർഷൻ ഓഫ് മെമ്മറി വേസ്റ്റഡ് ആവും. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ ഡൈനാമിക്കലി നമുക്ക് വേരിയബിൾസ് സെറ്റ് ചെയ്യാം, സൈസ് സെറ്റ് ചെയ്യാം. സോ നമുക്കത് മെമ്മറി യൂട്ടിലൈസേഷൻ മോർ എഫിഷ്യന്റ് ആയിരിക്കും ലിങ്ക്ഡ് ലിസ്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്തത് linked list. What do you mean by linked list and what are the ways or classification of linked list, or what is the difference between array and linked list, then how can we declare a linked list. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അറേ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ അറേയിൽ ലിങ്ക്ഡ് ലിസ്റ്റ്, അറേയും ലിങ്ക്ഡ് ലിസ്റ്റും നമുക്ക് ഈ യൂണിറ്റിൽ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ അറേ നമ്മൾ ഓപ്പറേഷൻസ് പഠിച്ചിരുന്നു, അതുപോലെ തന്നെ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിലും ഓപ്പറേഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചത് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ആണ്, ദെൻ ട്രാവേഴ്സിങ്. ഈ 3 ഓപ്പറേഷൻസ് ആണ് അറേയിൽ നമ്മൾ
ഡിസ്കസ് ചെയ്തത്. ദെൻ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിലും ഓപ്പറേഷൻസ് വരുന്നുണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റിൽ വരുന്ന ഓപ്പറേഷൻസും ഇൻസേർഷൻ ആണ്. അതുപോലെ ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേഷൻ, ഇൻസേർഷൻ, ഡിലീഷൻ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് തന്നെയാണ് വരുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.